PQ OPQ RST ബാല RST UV. ബാല അവൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. താൻ കേറിയിരിക്കൂ. ഇരിക്കാനൊന്നും സമയമല്ല മാഷേ. ബാല ആ കുളിക്ക ഇപ്പൊ വരും. മോളെ ABCD എഴുതി കഴിഞ്ഞ ആ ഇങ്ങോട്ട് തരൂ, മുത്തശ്ശൻ നോക്കട്ടെ. എന്താടി ഈ പകൽമാന്യൻ എന്താ മുത്തശ്ശ? അതൊരു ഫ്രേസാ മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപിഴയായിരിക്കും. അത്തരം ആൾക്കാരെ പറ്റി പറയണ പേരാണ് പകൽമാന്യൻ. മോളിനി 1 2 3 100 വരെ. അകത്തിരുന്ന് സംസാരിച്ചാലൊന്നും ശരിയാവത്തില്ല. തൊഴുത്തിന്റെ സൈഡിലുണ്ട്, തൊഴുത്തിന്റെ ആ കടഭാഗത്തുനിന്ന് കുറച്ച് കയറ്റി വെട്ടിക്കോ. ആഹാ, ഇതെന്താ ബാല പതിവില്ലാതെ ഈ വേഷത്തില്? ഇങ്ങോട്ടോടാ വരാനല്ലേ പറഞ്ഞ? ഇങ്ങോട്ട് പറയടാ. അപ്പൊ നീയാണ് കക്ഷിയല്ലേ? ഇതുവരെ എത്ര തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് നീ? ചോദിച്ച കേട്ടില്ലാടാ റാസ്കൽ. മകന് മരുവാനാണെന്നൊക്കെ പറഞ്ഞ എത്ര വീട്ടിൽ പോയിട്ടുണ്ടെന്ന്? ഞാനങ്ങനെ പറയടാ, എവിടെയാ നിന്റെ കേന്ദ്രം? നീ മുമ്പ് എവിടെയായിരുന്നു? സേലം. എന്നോട് പറഞ്ഞ ചെന്നൈ എന്നല്ലടാ. അത് ചെന്നൈ. തോന്നുമ്പോ തോന്നുന്ന പോലെ പറയുന്നോടാ. അന്നവൻ ചെന്നൈന്ന് വന്നേ ഉള്ളൂ. പഠിച്ചതും വളർന്നതും ഒക്കെ സേലത്താ. അമ്മ മിണ്ടായിരിക്കും, പോലീസ് ചോദ്യം ചെയ്യട്ടെ. നീ ചുമ്മാ ഇരടാ. സേലത്ത് നിന്റെ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ആരുമില്ല. പിന്നെ നീ ഒറ്റയ്ക്കാണ് തട്ടിപ്പൊക്കെ പ്ലാൻ ചെയ്തത്? അയ്യോ, തട്ടിപ്പൊന്നല്ല ബാല. അമ്മ മിണ്ടായിരിക്കമേ. എല്ലാം അന്വേഷിച്ചിട്ടാ പോലീസ് വന്നിരിക്കുന്നത്. ചോദിക്കുന്നതിന് അവരെ ഉത്തരം പറയട്ടെ. അമ്മയെന്നോ പറയുന്നത്? നിന്റെ അമ്മ എവിടുത്തെ കാര്യ? അതെ. ചുമ്മാ ഇരിക്കമേ. എന്താടാ കിടന്ന് തപ്പന്ന്? വാദം പറയടാ. വേലയെന്ന് പറക്കണ്ട, ഉള്ള കാര്യം ഉള്ള പോലെ പറ. ഇവിടെ ഉള്ളവരൊക്കെ എന്താ മണ്ടന്മാരെന്ന് കരുതി നീ? പോലീസിന് ഇടികൊണ്ടിട്ടാടാ നീ? മുട്ടുകാലം ചുമ്മാ ഇരിക്കമേ. ഇവിടെ വെച്ച് ചോദിച്ചാൽ സത്യം പറയില്ല. ലോക്കപ്പ് ലെറ്ററിനെ കൊണ്ട് നല്ല മണി മണി പോലെ പറയും. പോടാ, എന്റെ മുറ്റത്തുനിന്ന് ഇറങ്ങി പോവാൻ ഒരു പോലീസ് വന്നിരിക്കുന്നു. ഇത് എന്റെ വീടാ. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഇവിടെ താമസിപ്പിക്കും. നീ ആരാടാ ചോദിക്കാൻ? ഇറങ്ങി പോടാ. അമ്മ, പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ? ഒന്നും അറിയാത്തൊരു കുട്ടിയെ പിടിച്ച് പേടിപ്പിക്കലാണോ ഡ്യൂട്ടി? അതൊക്കെ അവന്റെ സ്റ്റേഷനില്. ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റേഷനിൽ പറഞ്ഞോളാം. വലിയൊരു ഇൻസ്പെക്ടർ വന്നിരിക്കുന്നു. നീ വാ മോനെ, പോടാ. ഒന്നുകൂടെ പോയെന്ന് മിണ്ടരുത്. ഇനി ഈ കാര്യത്തിനോട് എന്നെ വിളിച്ചു പോരുത്. ഇടാ, ഒന്നുകൂടെ പറയടാ. എന്താ പറഞ്ഞ? നീ എന്തിനാടാ വിഷമിക്കുന്നേ? അമ്മയ്ക്ക് നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അറിഞ്ഞിടത്തോളം അവനൊരു പാവം കുട്ടിയാ. അമ്മയില്ലാത്ത ആരുമില്ലാത്തൊരു കുട്ടി. നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവൻ ആള് മാറിയതായിരിക്കും. അത് തിരിച്ചറിയുന്നത് വരെ നമ്മൾ അവനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ, പണ്ട് ഇതുപോലെ മഴ പെയ്യുന്നൊരു ദിവസം നമ്മുടെ പടിക്കല് ഒരു പട്ടിക്കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആരോ ഉപേക്ഷിച്ചതാ. നീ അതിനെ എടുത്തുകൊണ്ട് വന്ന് പാലും ചോറും കൊടുത്ത് വളർത്തി. ഈ വീട്ടിലെ ഒരാളെ പോലെയൊക്കെ അത് എത്ര കാലം നമ്മളോട് കഴിഞ്ഞത്? പിന്നെ എവിടെന്നോ പറന്നു വന്നൊരു തത്തക്കുഞ്ഞ്. അതിനും നീ തീറ്റ കൊടുത്ത് ഒരു കൂടൊക്കെ ഉണ്ടാക്കി കുറേ കാലം നോക്കിയില്ലേ? അതുപോലെ വിചാരിച്ചോ പോരെ? സത്യം മനസ്സിലാകുന്നവരെ അവനിവിടെ നിന്നോട്ടെ മോനെ. വാ, വന്ന് ഭക്ഷണം കഴിക്കും. കാർത്തിക്, കാർത്തികേ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? വന്നേ, വന്ന് വല്ലതും കഴിക്കേ. വേണ്ട മമ്മേ, എനിക്ക് വിശക്കുന്നില്ല.
അജയനോട് പിണങ്ങിയിട്ടാ? നീ ഇങ്ങനെ തൊട്ടാവാടിയായാൽ എങ്ങനെയാടാ? അച്ഛനമ്മമാരായ മക്കൾ ചീത്ത പറയും, ചിലപ്പോ തല്ലും. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാ. ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നതുകൊണ്ടാ എല്ലാരും നിന്റെ മെക്കിട്ട് കയറുന്നത്. നല്ല ചൊടക്കുട്ടിയായിട്ട് ധൈര്യമായിട്ട് നിക്ക്. എന്നിട്ട് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്ക്. അമ്മമ്മയല്ലേ പറയുന്നത്, ഒക്കെ ശരിയാവും. ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടോ? ഉവ്വ്. ആ. ഞാൻ തിരിച്ചു വന്നിട്ട് വിളിക്കാം. അപ്പൊ നീ വന്ന് വണ്ടി എടുത്തോണ്ട് പോയാൽ മതി. ഞാൻ വേണമെങ്കിൽ വേണ്ട വേണ്ട താക്കോലിങ്ങ. ആ. ആഹാ, നീ പുറപ്പെട്ടോ? ആ, എന്നാ വരിക? എനിക്ക് ഇഷ്ടമുള്ളപ്പോ. അട്ടപ്പാടി എന്ന് പറയുന്ന ഹിമാലയത്തിലൊന്നല്ല. 2 ദിവസത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഞാൻ പുറപ്പെടുകയാണെന്ന് പറഞ്ഞല്ലടാ പഴനിസ്വാമി. എതുക്കടാ இந்த மாதிரி மண்டை உடைக்கிறே? நான் போனை புடுங்கி காட்டில போடுவேன். அயோக்கிய பயலே. ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ കഴുതേ. என்ன சௌக்கியமா? ஒண்ணுமே சாப்பிடலடா. நல்லா சாப்பிட்டேன் சரி, பின்னாடி சாக்கும் தெங்கும் தையல இருக்கு எடுக்க. சரி சார். என்னடா என்னடா എടാ നീ എങ്ങനെ ഇതിനകത്ത് വന്നു? അമ്മമ്മ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടായാലും എന്നോട് ചോദിക്കാത്ത എന്റെ വണ്ടി കയറി എന്തിനാ? അല്ലേ എന്ത് പണ്ടാരത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അച്ഛന്റെ കൂടെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് പഠിക്കുന്ന അമ്മമ്മ പറഞ്ഞു. പഴനിസ്വാമി, ഞാൻ പോവാ, അപ്പുറം വരാം. ஐயோ சார், என்னடா? இன்னெல்லாம் காய் வாங்க பொள்ளாச்சிக்காரு வரும்னுது. இன்னைக்கு மட்டும் தான் ஃபாரஸ்ட் ஆபீசர் இருப்பாரு. நீங்க வர்றத வேற நான் சொல்லிருக்கேன். இல்லனா கம்பி வேலி கட்டுறதுக்கு கடிதாசி வாங்குறதுக்கு திருவனந்தபுரம் தான் കമ്പി വേലി കെട്ടില്ല. ആന വരുമാ, പുലി വരുമാ, കടി ഒഴിച്ച് തിന്നുമാ. പോടാ. വല്ലാത്തൊരു ഗതികേട് തന്നെ. ஒண்ணுமே புரியலையே. நீங்க എന്റെ അച്ഛനാ. அப்பாவா? ആമാ. அது சரி. உன்னை பார்த்தோன்னே நினைச்சேன் செல்லம், ஆனா பயந்துட்டேன். இந்த இடம் ஃபுல்லா உன்னை சுத்தி காமிக்கிறேன். சரியா? எல்லாம் நம்ம இடம் தான். அப்படியா? பழனிசாமி.